ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാർട്ടി വെയർ ഫ്രോക്കായിട്ടാണ്. നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ഞാൻ തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഏജ് വരുന്നത് 6 to 7 ഇയേഴ്സ് ആണ്. പിന്നെ വേണ്ട ഫാബ്രിക് എന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ലൈനിങ് പീസാണ്. അത് 2 മീറ്റർ വേണം. പിന്നെ വേണ്ടത് ബാൻഡിന് വയ്ക്കാൻ ഒരു ബ്ലൂ സാറ്റിൻ തുണി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മെയിൻ ഫാബ്രിക്. ഇതാണ് നമ്മൾ മൊത്തം ഡ്രസ്സ് തയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ 2.5 മീറ്റർ ഈ ഒരു തുണി വേണം. പിന്നെ വേണ്ടത് സാറ്റിനാണ്, അതും 2 മീറ്റർ തന്നെ എടുക്കാം. ഇവിടെ ഞാൻ ലൈനിങ് പീസ്, ബാക്ക്, ഫ്രണ്ട്, അതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക്, അതും ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട സാറ്റിൻ തുണിയാണ്, അതിൻ്റെയും ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ലൈനിങ് പീസിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് പീസാണ്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 9 ഇഞ്ചാണ്. ഇതിൻ്റെ നീളം എടുക്കുന്നത് 11.5 ഇഞ്ചാണ്. 10.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെയാണ് 11.5 ഇഞ്ച് എടുക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഞാൻ ഇത്ര ഗ്യാപ്പ് ഇടാനുള്ള കാരണം നമ്മൾ ബാക്കിൽ സിബ് വയ്ക്കണതുകൊണ്ടാണ്. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസ് വയ്ക്കേണ്ടത്. ഇനി ഇവിടെ ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ചാണ്, അതിവിടെ മാർക്ക് ചെയ്യാം. ഇനി നെക്കിൻ്റെ വീതി വരുന്നത് 2.25 ഇഞ്ചാണ്. അതിൽ 1/4 ഇഞ്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യാനും 1/4 ഇഞ്ച് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുമാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അത് ഞാൻ ഇവിടെ 2.25 ഇഞ്ചാണ്. അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ ലെങ്ത്താണ്, അത് ഞാനിവിടെ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 മുതൽ 4 വയസ്സ് വരെ കൊച്ചുങ്ങൾക്ക് 4.5 ഇഞ്ച് നമുക്ക് കൈക്കുഴി കൊടുക്കാം. ഇനി അടുത്തത് വേണ്ട നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ്. അതിവിടെ വരുന്നത് 4 ഇഞ്ചാണ്. അതിൻ്റെ 4 എടുക്കുക, 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കുകയാണ്. ഈ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്താണ്, അതിവിടെ 11.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കം കൊടുക്കുന്നത്. നമുക്ക് വേണ്ടത് 10.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ. ഇനി ഇവിടെ വേസ്റ്റ് റൗണ്ടാണ്, അത് 22 ഇഞ്ച്, അതിൻ്റെ 4 5.5 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് മുകളിൽ ഷോൾഡർ തയ്ക്കാനും താഴെ സ്കേർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാനാണ് ആ 1 ഇഞ്ച്. ഇനി ഇതുപോലെ ജോയിൻ ചെയ്യാണ്. ഇവിടുന്ന് തയ്യൽ തുമ്പായിട്ട് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. ബാക്ക് പീസിൽ നമ്മൾ നെക്കിന് ലെങ്ത്ത് കൊടുത്തിട്ടില്ല, അതിവിടെ ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലൊരു വി ഷേപ്പ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വി ഷേപ്പ് വേണ്ട, യു ഷേപ്പ് മതി, അങ്ങനെ കൊടുക്കാം. ബാക്ക് പീസിൽ നമ്മൾ നെക്കിന് ലെങ്ത്ത് കൊടുത്തിട്ടില്ല, അതിവിടെ ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലൊരു വി ഷേപ്പ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വി ഷേപ്പ് വേണ്ട, യു ഷേപ്പ് മതി, അങ്ങനെ കൊടുക്കാം. മാർക്ക് ചെയ്തതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ബാക്ക് പാർട്ടിലെ നെക്ക് ഞാൻ വി ഷേപ്പ് കട്ട് ചെയ്തു. ഇതുപോലെ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ നെക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ലൈനിങ് പീസിൽ വേണം എല്ലാ കട്ടിങ്ങും നമ്മൾ നടത്തേണ്ടത്. ഇനി ഇവിടെ നല്ല ഫാബ്രിക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ നെറ്റിൻ്റെ തുണി, അതിൻ്റെ അടിയിലായിട്ട് സാറ്റിന്, അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് ആ ലൈനിങ് പീസ് വയ്ക്കുന്നത്. ഇനി ഈ ലൈനിങ്ങിൻ്റെ ഭാഗം നമുക്കിതുപോലെ കൊണ്ടുവരാം. എന്നിട്ട് ഇതിൻ്റെ നെക്കും കൈക്കുഴിയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൈനിങ് പീസിലായിരിക്കണം ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ഇതുപോലെ ആ ലെങ്ത്തിൽ വീതിയിലും തുണി കട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ നെക്കും സ്ലീവും ഇതുപോലെ തയ്ച്ചെടുക്കാം. അതിന് ശേഷമാണ് ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കി കിടക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ ആ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തു. ഇനി ആ നെക്കിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. ഞാൻ ഈ 2 സൈഡും കൂടി ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ 2 ഫാബ്രിക് ഉള്ളതുകൊണ്ട് ആ സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം, നല്ലതായിരിക്കും. ഇത് ബാക്ക് പീസിൻ്റെ ലൈനിങ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് സാറ്റിൻ തുണി വയ്ക്കുക, ഇതിൻ്റെ മുകളിലായിട്ട് നെറ്റിൻ്റെ ഫാബ്രിക് വയ്ക്കുക.
എന്നിട്ട് ഇതുപോലെ എടുക്കാം. ബാക്കിൽ വി നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ഭാഗവും സ്ലീവിൻ്റെ ഭാഗവും ഈ അടിഭാഗവും രണ്ട് സൈഡും അടിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരാണ്. ഇനി ബാക്കിൽ നമ്മൾ സിബ് വയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ മിഡിൽ പോർഷൻ അതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇതുപോലെ ഇതിനെ മടക്കാം. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ നമ്മൾ മടക്കാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും 1/2 ഇഞ്ച് ഭാഗം മടക്കാം. ആദ്യമേ നമ്മൾ കട്ട് ചെയ്തപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണതിൻ്റെ കാരണം ഇതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സിബ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സിബിൻ്റെ നല്ല വശമാണ് ഇതുപോലെ നമ്മൾ വയ്ക്കുന്നത്. ഒരു അരികു ഭാഗം ഇതുപോലെ അറ്റത്തായിട്ട് വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മെത്തേഡിൽ നമുക്ക് സിബ് വയ്ക്കാം. ഇതിപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഈ കാണിക്കുന്നത്. നമുക്കിവിടെ ജസ്റ്റ് പിന്ന് ഊത്തി കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 1/4 ഇഞ്ച് ഇച്ചിരി നീക്കിയിട്ട് വേണം നമ്മൾ സിബ് വയ്ക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. സിബിൻ്റെ ഭാഗം കാണാതിരിക്കാനാണ് നമ്മളൊരു 1/4 ഇഞ്ചും മാറ്റി സിബ് വയ്ക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തു. ഇനി സിബിന് ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ആ തുണീന് ഇതുപോലെ മടക്കണം കേട്ടോ. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഇതുപോലെ നീക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വരും. ആ ഒരു 1/4 ഇഞ്ച് വിട്ട് കഴിഞ്ഞാൽ അപ്പം ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അരികു ഭാഗം ചിലപ്പോൾ നൂല് വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സിക്സാഗ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും. ഇനി ആ ബാക്കി വന്ന സിബ് ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. ഉടുപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാനൊരു ബാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത ഈ തുണീൻ്റെ നീളം 15 ഇഞ്ചും വീതി 4 ഇഞ്ചുമാണ്. അപ്പോൾ ഇതിന് ഇതുപോലെ മടക്കിയിട്ട് ആണ് ഈ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് ആയതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പീസാണ് ഞാൻ വയ്ക്കുന്നത്. ഇത് സാറ്റിൻ ഫാബ്രിക്കാണ്. അപ്പോൾ ആ തുണീന് ഇതുപോലെ മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇവിടെയായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡിലും ഇതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ നെക്കിൽ പൈപ്പിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 1.5 ഇഞ്ച് തുണി ഇതുപോലെ ക്രോസ് ആയിട്ട് വെട്ടിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഇതുപോലെ മടക്കാം. സാധാരണ പൈപ്പിംഗ് വയ്ക്കാറുണ്ടല്ലോ അതുപോലെ ഇതിന് ഉള്ളിലേക്ക് ആദ്യം മടക്കിയിട്ട് ഒരു മടക്ക് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫ്രോക്കിനുള്ള സ്കേർട്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് വരുന്നത് 19 ഇഞ്ചാണ്. അതെങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 28 ഇഞ്ചാണ്. അതിൽ നിന്ന് ബോഡീസ് പാർട്ട് അത് നമ്മൾ 10.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 17.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. അതിൽ 1 ഇഞ്ച് താഴെ ഫ്രോക്കിന് മടക്കി തയ്ക്കാൻ വേണം. 1/2 ഇഞ്ച് ആ ബോഡീസ് പാർട്ടായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ 19 ഇഞ്ച് വേണം ഈ ഒരു ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്, സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അവിടെ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തത്.
ഇനിയിപ്പോൾ പൈപ്പിംഗ് ഒന്നും വെക്കേണ്ട, വെറുതെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ ഇതുപോലെ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. ഇനി ഫ്രോക്കിനുള്ള സ്കേർട്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് വരുന്നത് 19 ഇഞ്ചാണ്. അതെങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ ലെങ്ത്ത്, ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 28 ഇഞ്ചാണ്. അതിൽ നിന്ന് ബോഡീസ് പാർട്ട് അത് നമ്മൾ 10.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 17.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. അതിൽ 1 ഇഞ്ച് താഴെ ഫ്രോക്കിന് മടക്കി തയ്ക്കാൻ വേണം, 1/2 ഇഞ്ച് ആ ബോഡീസ് പാർട്ടായിട്ട് ജോയിൻ ചെയ്യാം. അപ്പം അങ്ങനെ 19 ഇഞ്ച് വേണം ഈ ഒരു ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്, സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഈ സ്കേർട്ടിൻ്റെ ഭാഗം എങ്ങനെയാണ് നമുക്ക് ചുരുക്കിടണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിൽ നിന്നൊരു പീസ് ഞാൻ അതുപോലെ എടുത്തിട്ട് അതിന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യേണ്ട മുകളിൽ, എന്നിട്ട് ഇതുപോലെ ഒരു നൂല് വലിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചുരുക്ക് കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു തുണി വെട്ടിയിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടൊരു നൂലുണ്ടാവുമല്ലോ, അതിനെ ഇതുപോലെ വലിക്കുക. ഇവിടെ ഞാൻ സാറ്റിൻ തുണിയും ലൈനിങ്ങും ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് ചുരുക്കിട്ടേക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ നെറ്റിൻ്റെ തുണി എടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ആ സാറ്റിൻ്റെ നല്ല വശം വയ്ക്കുക, അതിൻ്റെ മുകളിൽ ലൈനിങ്, അത് രണ്ടും അറ്റാച്ച് ആണല്ലോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട്, ബോഡി പാർട്ടിൻ്റെ മുകളിലായിട്ട് നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ നെറ്റിൻ്റെ നല്ല വശം വേണം ബോഡി പാർട്ടിൻ്റെ അടിയിലായിട്ട് വരേണ്ടത്. ഇതിൻ്റെ മുകളിലായിട്ട് സാറ്റിന്, അതിൻ്റെ മുകളിൽ ലൈനിങ്. മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും. അപ്പോൾ അടിയിൽ വരേണ്ട ഭാഗം വേണം മുകളിലായിട്ട് വെക്കേണ്ടത്. ലൈനിങ് ആണല്ലോ ഏറ്റവും അടിയിൽ വരാറ്, അപ്പോൾ അതായിരിക്കണം മുകളിൽ വെക്കേണ്ടത്. ഇനി നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആദ്യം നെറ്റ് അടിച്ചിട്ട് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലൈനിങ് പീസ് വേണമെങ്കിൽ വെച്ചടിക്കാം. നിങ്ങൾക്ക് എളുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. ഇത് അടിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ ആയിരിക്കും ഇരിക്കണത്. കണ്ട, ലൈനിങ് ഭാഗം അടിയിലേക്ക് പോകും, മുകളിൽ ആ നെറ്റിൻ്റെ നല്ല വശം വരും. ഇങ്ങനെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഈ 2 സൈഡും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആ മെഷർമെൻറ്റ്സ് ഒന്നുകൂടി മാർക്ക് ചെയ്യണം. ഇവിടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരേണ്ടത് അത് മാർക്ക് ചെയ്യുക. ചെസ്റ്റിൻ്റെ വണ്ണം, അതുപോലെ വേസ്റ്റിൻ്റെ വണ്ണം, ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി ബാക്കിൽ നമ്മൾ കെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം നമ്മളിവിടെ വെച്ച് കൊടുക്കേണ്ടത്. അത് ഈ ഫ്രോക്കിൻ്റെ ഉള്ളിലായിട്ട് വയ്ക്കുക ആദ്യം, എന്നിട്ട് വേണം നമ്മൾ ഈ 2 സൈഡ് ഭാഗം അടിച്ചെടുക്കേണ്ടത്. കൈക്കുഴീൻ്റെ അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഇവിടെ ആകുമ്പോൾ നമ്മളൊന്ന് നിർത്താണ്. സൂചി അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ തുണിയും ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാം. ഈ നെറ്റിൻ്റെ ഫാബ്രിക് ഉണ്ട്, അത് ഇതിൻ്റെ അകത്ത് വയ്ക്കുക. എന്നിട്ട് ആ സാറ്റിൻ്റെ ഭാഗം മാത്രമായിട്ട് നമ്മളിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ അടിച്ചു പോവാണ്. അപ്പോൾ അടിക്കുമ്പോൾ ആ നെറ്റിൻ്റെ തുണിയായിട്ട് അടിക്കരുത്, നീക്കി വെച്ചിട്ട് വേണം, അതുമ്പോൾ കൊള്ളാത്ത രീതിയിൽ വേണം നമ്മൾ സൈഡ് ഭാഗം അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സാറ്റിൻ്റെ ഭാഗം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നെറ്റിൻ്റെ തുണി അടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് താഴേക്ക് ഇതുപോലെ നമ്മൾ അടിക്കേണ്ടത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ അടിച്ചു പോവുക. അപ്പോൾ ഇവിടെ ഫ്രോക്കൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗം നമ്മൾ മടക്കി തയ്ക്കുക. ഇതുപോലെ ചെറിയൊരു ഫാബ്രിക് ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പാർട്ടി വെയർ പാറ്റേൺ ആണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.